നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച. കാര്യങ്ങൾ വിചാരിച്ച പോലെ പോകുകയാണെങ്കിൽ ത്രിരാഷ്ട്ര കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ത്രിരാഷ്ട്ര സമാധാന ചർച്ചകൾക്ക് യുക്രൈൻ തയ്യാറെന്ന് സെലൻസ്കിയും വ്യക്തമാക്കി. Well, we're going to work with Ukraine. We're going to work with everybody, and we're going to make sure that if there's peace, the peace is going to stay long term. This is very long term. We're not talking about a 2-year peace and then we end up in this mess again. We're going to make sure that everything's good. We'll work with Russia. We're going to work with Ukraine. And we're going to make sure it works. We need to stop this war, to stop Russia, and we need support American and European partners. We will do our best for this. I think we show that we are strong people, and we supported the idea of the United States, of personally of President Trump, to stop this war, to make a diplomatic way of finishing this war, and we are ready for trilateral, as President said. This is a good signal about. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മധു, വൈറ്റ് ഹൌസിൽ ഓവൽ ഓഫീസിലുണ്ടായ നിർണായക കൂടിക്കാഴ്ച, അതിന്റെ വിശദാംശങ്ങൾ ഓരോന്നായി ഇപ്പോൾ പുറത്തുവരികയാണ്. അലാസ്കയിൽ പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ നടന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് നിർണായകമായ ചില പ്രാധാന്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഈ ചർച്ചയിലൂടെ പുറത്തുവരുന്ന ഈ നേതാക്കളുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷേ യുക്രൈൻ റഷ്യ യുദ്ധം അത് പെട്ടെന്ന് അവസാനിക്കും എന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ പ്രതികരണങ്ങളിൽ നിന്നും സെലൻസ്കി ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. അതിന് മറുപടിയായി ട്രംപ് പറയുന്നു പുടിനും ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന താല്പര്യമുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ എടുത്തുപറയേണ്ട മറ്റൊരു കാര്യമാണ്, ഈ രാഷ്ട്രങ്ങൾക്കിടയിൽ വീണ്ടും അമേരിക്ക ഒരു നിർണായക ശക്തിയായി മാറുന്നു, ഒരു മധ്യസ്ഥ ശക്തിയായി മാറുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത ഘട്ടം എന്താണ്? നമുക്ക് യുക്രൈനിൽ വളരെ പെട്ടെന്ന് ഒരു സമാധാനം പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഒരു വശത്ത് യുക്രൈനെതിരെ ശക്തമായ ആക്രമണമാണ് റഷ്യ ഇന്നലെ രാത്രിയിൽ അഴിച്ചുവിട്ടത്. ഏതാണ്ട് 14 പേരോളം കൊല്ലപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇന്നിപ്പോൾ വൈറ്റ് ഹൌസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം വൈറ്റ് ഹൌസിൽ സെലൻസ്കി എത്തിയപ്പോൾ സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിലാണ് സെലൻസ്കി അവിടെ നിന്ന് പോകേണ്ടി വന്നത്. എന്നാൽ ഇന്ന് സെലൻസ്കിയെ വൈറ്റ് ഹൌസിന്റെ വെസ്റ്റ് വിങ്ങിന്റെ വാതിൽക്കൽ വെച്ച് തന്നെ US പ്രസിഡന്റും അതുപോലെ വൈസ് പ്രസിഡന്റ് JD വാൻസും ചേർന്ന് സ്വീകരിച്ച് കൊണ്ടുവരികയായിരുന്നു. പതിവിന് വിപരീതമായി സ്യൂട്ട് ധരിച്ചാണ് സെലൻസ്കി എത്തിയത്. അതുമായി ബന്ധപ്പെട്ടുള്ള തമാശ നല്ല അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്തു. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ നൽകിയ പ്രഥമ വനിതയ്ക്കുള്ള ഒരു കത്ത് ഡൊണാൾഡ് ട്രംപിന് കൈമാറുകയും ചെയ്തു. അങ്ങനെ നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച നടന്നുകൊണ്ട് ഇരിക്കുന്നത്. പ്രധാനമായിട്ടും ട്രംപ് പറയുന്നത് യുക്രൈന് ഈ അധിനിവേശ ഭൂമിയിലെ കുറെ ഭാഗം റഷ്യക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. അതിന് പകരം ഒരു സുരക്ഷാ ഗ്യാരണ്ടി എന്നുള്ള ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് ട്രംപ് വെക്കുന്നത്. ട്രംപ് അതുമാത്രമല്ല, ഇന്ന് അനൌദ്യോഗികമായി വ്ളാദിമിർ പുടിനുമായിട്ട് സംസാരിച്ചു എന്നും പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആർട്ടിക്കിൾ 5 പ്രകാരം ഒരു സുരക്ഷാ ഗ്യാരണ്ടി അമേരിക്ക നൽകുന്നതിനോട് റഷ്യക്ക് യോജിപ്പാണെന്ന് പറഞ്ഞതാണ്. നാറ്റോ ഗ്യാരണ്ടിയെക്കാട്ടിലും നല്ല ഒരു സുരക്ഷാ ഗ്യാരണ്ടി ആയിരിക്കും ആർട്ടിക്കിൾ 5 കൊടുക്കാൻ പറ്റുന്നത്. ഏതാണ്ട് 32 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഈ സംഘത്തിൽ ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ എല്ലാ രാജ്യങ്ങളെ ആക്രമിച്ചതിന് തുല്യമാണ്. അത് റഷ്യക്ക് അതിനോട് വിയോജിപ്പില്ല എന്ന് പറഞ്ഞത് നയതന്ത്ര തലത്തിൽ തന്നെ പലരെയും അത്ഭുതപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ചർച്ചയുടെ വിശദാംശങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. 3 മണിക്ക് യൂറോപ്യൻ നേതാക്കളുമായിട്ടുള്ള സംയുക്ത യോഗത്തിന് ശേഷമായിരിക്കും യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവരിക. പ്രജിൻ, നിലവിൽ കാര്യങ്ങൾ പോസിറ്റീവായി പോകുന്നു എന്നാണ് ഇപ്പോൾ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ കൂടിക്കാഴ്ചയെ വരും മണിക്കൂറുകളിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഗസയിലെ പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചതായ റിപ്പോർട്ട്. അൽ ജസീറയുടേതാണ് ഈ റിപ്പോർട്ടുകൾ. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടന്നത്. ആദ്യഘട്ടമായി 60 ദിവസത്തേക്ക് വെടിനിർത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും മെറിൻ മേരി ചാക്കോ ചേരുന്നു. മെറിൻ, കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ? ഈ പശ്ചിമേഷ്യയിൽ സമാധാനം അത് പുലരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്? പ്രജിൻ, പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു മണിക്കൂറുകളിൽ വരുന്നത്. അതായത് മധ്യസ്ഥർ മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് സമ്മതിച്ചു. അതിന് ഭേദഗതികളില്ലാതെ അത് അംഗീകരിച്ചെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഈ വിവരം റിപ്പോർട്ട് ചെയ്യുന്ന അൽ ജസീറ, BBC അതുപോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ്. ഹമാസിന്റെ പ്രതിനിധി മധ്യസ്ഥരോട് ഈ ഒരു വെടിനിർത്തലിനെ കുറിച്ച് സമ്മതം അല്ലെങ്കിൽ ഈ ഒരു അതിന്റെ വ്യവസ്ഥകളോട് സമ്മതം അറിയിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു
പുറത്തുവരുന്നത്. അത് ആദ്യഘട്ടമായി 60 ദിവസത്തേക്ക് വെടിനിർത്തും. ആ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ തുടർ ചർച്ചകൾ നടക്കും. അതിനുശേഷം ബന്ദിമോചനത്തിനും 2 ഘട്ടങ്ങളായി ബന്ദികളെ മോചിപ്പിക്കാനുമുള്ള തീരുമാനമാണ് ധാരണയായതെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. അതിൽ പ്രധാനമായും 10 ബന്ദികളെ വിട്ടയക്കുന്നതോടൊപ്പം തന്നെ മരിച്ച 18 പേരുടെ മൃതദേഹങ്ങൾ കൈമാറുന്നതിനും ധാരണയായെന്നാണ് ഇപ്പോൾ വിവരം വരുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഹമാസോ അതുപോലെ തന്നെ ഇസ്രായേലോ ഈ ഒരു കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വിവരം. ഇപ്പോൾ യുദ്ധം 22 മാസം പിന്നിട്ട് കഴിഞ്ഞു. ഈ ഒരു ഗസയിൽ തന്നെ 62,000 പേരാണ് ഈ ഒരു യുദ്ധത്തിൽ മരിച്ചിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം വരുന്നത്. ഹമാസ് ഭേദഗതികളില്ലാതെ തന്നെ പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തിന് സമ്മതിച്ചു എന്നുള്ള വിവരമാണ് വരുന്നത്. നേരത്തെ തന്നെ ഇസ്രായേൽ അറിയിച്ചിരുന്നു. അതായത് ആയുധം വെച്ച് കീഴടങ്ങുക എന്ന് തന്നെയാണ് ഈ ഒരു യുദ്ധത്തിന് അവസാനിപ്പിക്കുന്നതിനുള്ള ഏക മാർഗമെന്ന് ഇസ്രായേലിൻ്റെ പ്രധാന ആവശ്യം അത് തന്നെയായിരുന്നു. അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, അതായത് ഇത് ഹമാസിനെ കീഴടക്കിയാൽ മാത്രമാണ് ബന്ദികളെ സുരക്ഷിതമായി മോചിപ്പിക്കാനാകൂ, എന്നാൽ മാത്രമാണ് യുദ്ധം അവസാനിപ്പിക്കാനാകൂ എന്ന് തന്നെയാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസ് ഇപ്പോൾ പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തോട് അനുകൂലമായി അല്ലെങ്കിൽ അതിനെ അംഗീകാരം നൽകിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഇസ്രായേലിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം വരേണ്ടതുണ്ട്. പ്രജിൻ മെറി ചാക്കോവാണ് വിശദാംശങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ അജിത് ഡോവലുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വാങ് യി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ചൈന ബന്ധം പരസ്പര ബഹുമാനത്തോടെയും താൽപര്യങ്ങൾ സംരക്ഷിച്ചും മുന്നോട്ടു പോകണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോൺ സംഭാഷണം നടത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. തീരുവ യുദ്ധത്തിൽ ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായ സാഹചര്യത്തിലാണ് ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറരുതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയതന്ത്രതല യോഗത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. നിലവിൽ മോശമായ ബന്ധം മെച്ചപ്പെടുത്താൻ ആത്മാർത്ഥവും ക്രിയാത്മകവുമായ സമീപനം ഇരുപക്ഷത്തു നിന്നും ആവശ്യമാണെന്നും ഇന്ത്യ അറിയിച്ചു. Our two nations now seek to move ahead. This requires a candid and constructive approach from both sides. അതിർത്തി പ്രശ്നത്തിൽ പ്രത്യേക പ്രതിനിധികളുടെ അടുത്തഘട്ട സംഭാഷണം നാളെ അജിത് ഡോവലുമായി നടക്കും. വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വാങ് യി കൂടിക്കാഴ്ച നടത്തും. അതേസമയം ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിൽ പ്രതിഷേധിച്ച് ടിബറ്റൻ വംശജർ രംഗത്തെത്തി. ഡൽഹിയിലെ ചൈനീസ് എംബസിക്ക് മുന്നിൽ പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇന്ത്യ സന്ദർശനത്തിന് ശേഷം വാങ് യി പാകിസ്ഥാനിലേക്ക് പോകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അലാസ്ക ഉച്ചകോടിക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഫോണിൽ വിളിച്ചു. ട്രംപ് സെലൻസ്കി നിർണായക കൂടിക്കാഴ്ച നടക്കാനിരിക്കെയാണ് പുടിന്റെ നീക്കം. സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരമുണ്ടാകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പുടിന് എല്ലാ പിന്തുണയും മോദി വാഗ്ദാനം ചെയ്തു. 24 ഡൽഹി. ദുബായിൽ കോടികൾ വിലമതിക്കുന്ന വജ്രം മോഷ്ടിക്കാൻ ശ്രമം. 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വജ്ര വ്യാപാരിയിൽ നിന്ന് തട്ടിയെടുത്ത് മറ്റൊരു രാജ്യത്തേക്ക് കടത്താനായിരുന്നു ശ്രമം. ഏഷ്യൻ സ്വദേശികളാണ് പിടിയിലായത്. Yes, how I can help you? I just had a problem. I came to meet a client to sell a diamond to them. They looked at the stone and now they say the stone is not with them anymore. How much the price for the diamond? $25 million. ദുബായ് പോലീസിന് വന്ന ഈ ഫോൺ കോളിന് ശേഷം ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന സംഭവങ്ങളാണ് അരങ്ങേറിയത്. വിപണിയിൽ $25 മില്യൺ വില വരുന്ന പിങ്ക് വജ്രമാണ് ഒരു സംഘം തട്ടിയെടുത്തത്. അത്യപൂർവമായ ഈ വജ്രം ദുബായിൽ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ തട്ടിപ്പുകാർ തട്ടിപ്പിനായി വൻ പദ്ധതി തയ്യാറാക്കി. ധനികനായ ഒരാൾക്ക് വേണ്ടിയെന്ന വ്യാജേന തട്ടിപ്പുകാർ വജ്രമുടമയായ വ്യാപാരിയെ ബന്ധപ്പെട്ടു. അദ്ദേഹത്തെ വിശ്വസിപ്പിക്കാനായി ആഡംബര വാഹനങ്ങൾ വാടകയ്ക്കെടുത്തും ആഡംബര ഹോട്ടലുകളിൽ മീറ്റിംഗുകൾ സംഘടിപ്പിച്ചും കൂടെ നിന്നും വജ്രം പരിശോധിക്കാൻ ഒരു പ്രശസ്ത വജ്ര വിദഗ്ധനെയടക്കം അവർ രംഗത്തിറക്കി. ഒടുവിൽ ഇവരുടെ വലയിൽ വ്യാപാരി വീണു. തുടർന്ന് വജ്രം വാങ്ങുന്ന ധനികനെ കാണാനെന്ന വ്യാജേന തട്ടിപ്പുകാർ വ്യാപാരിയെ ദുബായിലെ ഒരു വില്ലയിലെത്തിച്ചു. അവിടെ വെച്ച് വജ്രവുമായി തട്ടിപ്പുകാർ കടന്നു കളയുകയായിരുന്നു. തുടർന്ന് പകച്ചുപോയ വ്യാപാരി ഉടൻ തന്നെ ദുബായ് പോലീസിനെ ബന്ധപ്പെട്ടു. വിവരമറിഞ്ഞ ഉടൻ പോലീസ് വ്യാപകമായ പരിശോധന നടത്തുകയും 8 മണിക്കൂറിനുള്ളിൽ തന്നെ ദുബായിലെ വിവിധയിടങ്ങളിൽ നിന്ന് സംഘത്തെ വലയിലാക്കുകയും ചെയ്തു.
ഏഷ്യൻ രാജ്യത്തെ കടത്താനായി ഒരു ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു വജ്രം. ദുബായ് പോലീസ് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും പോലീസിന്റെ ഇടപെടലിന് വ്യാപാരി നന്ദി അറിയിക്കുകയും ചെയ്തു. ഏഷ്യൻ വംശജരാണ് പിടിയിലായത്. ഇവരെ നിയമ നടപടികൾക്കായി കൈമാറിയിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. 24 ദുബായ്. ദുബായ് നാദൽ ഹമറിൽ പുതിയ എക്സ്പ്രസ് സ്റ്റോർ തുറന്ന് ലുലു. GCCയിലെ 260ാമത്തെയും UAEയിലെ 112ാമത്തെയും സ്റ്റോറാണ് ദുബായ് നാദൽ ഹമറിലേത്. നിക്ഷേപകർക്കായി 867 കോടി രൂപയുടെ ലാഭവിഹിത പ്രഖ്യാപനത്തിന് പിന്നാലെ GCCയിൽ റീറ്റെയിൽ സേവനം കൂടുതൽ വിപുലമാക്കുകയാണ് ലുലു. ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം എമ്മയുടെ സാന്നിധ്യത്തിൽ ദുബായ് ഔക്കാഫ് ഗവൺമെന്റ് പാർട്ണർഷിപ്പ് അഡ്വൈസർ നാസർ താനിയൽ മദ്രൂസി, ഔക്കാഫ് കൊമേഴ്ഷ്യൽ ബിസിനസ് ഡെവലപ്മെന്റ് പ്രതിനിധി ഗാലിബ് ബിൻ ഗർബാഷ് എന്നിവർ ചേർന്നാണ് ലുലു എക്സ്പ്രസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 22,000 സ്ക്വയർ ഫീറ്റാണ് നാദൽ ഹമറിലെ ഷോറൂമിലുള്ളത്. പഴം, പച്ചക്കറി, ഗ്രോസറി, ബേക്കറി, സീ ഫുഡ്, ഡയറി പ്രൊഡക്റ്റുകൾ, വീട്ടുപകരണങ്ങൾ തുടങ്ങിയവയുടെ മികച്ച ശേഖരമാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത്. ദുബായ് നാദൽ ഹമറിലെയും സമീപപ്രദേശങ്ങളിലെയും ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് പുതിയ ഷോറൂം നൽകുക എന്നും മികച്ച ഇ കൊമേഴ്സ് സേവനവും ലുലു എക്സ്പ്രസിൽ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം എമ്മെ പറഞ്ഞു. കൂടുതൽ സ്റ്റോറുകൾ UAEയിൽ ഉടൻ തുറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. We are very strongly into our online, Talabat and our own e-com. We are enhancing Lulu online itself. We have changed our platform. It has become more friendly. And this year you will see Lulu online very strongly in the market. In Dubai Northern Emirates, this year we will have another 2 more stores coming. We have few stores in pipeline in Abu Dhabi and Al Ain as well. ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ ഷാബു അബ്ദുൽ മജീദ്, ബയിംഗ് ഡയറക്ടർ മുജീബ് റഹ്മാൻ, ഗ്ലോബൽ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ വി നന്ദകുമാർ, ദുബായ് ആൻഡ് നോർത്തേൺ എമിറേറ്റ്സ് റീജിയണൽ ഡയറക്ടർ ജെയിംസ് കെ വർഗീസ്, ദുബായ് റീജിയൻ ഡയറക്ടർ തമ്പാൻ KP തുടങ്ങിയവരും ചടങ്ങിന്റെ ഭാഗമായി. 24 ദുബായ്. CPIM നേതൃത്വത്തെ പിടിച്ചുവച്ച കത്ത് വിവാദത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി പാർട്ടി ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ. മകൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് അസംബന്ധങ്ങളോട് പ്രതികരിക്കാനില്ല എന്നായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. ആരോപണം പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഡോക്ടർ TM തോമസ് ഐസക്കും തോന്നിയാസങ്ങൾ വാർത്തയായി ആഘോഷിക്കുന്നത് പരിതാപകരമെന്ന് മന്ത്രി MB രാജേഷും പ്രതികരിച്ചു. ഗാർഹിക പീഡനത്തിന് പ്രതിചേർക്കപ്പെട്ടയാളാണ് പരാതിക്കാരനായ മുഹമ്മദ് ഷെർഷാദ് എന്ന് മുൻ ഭാര്യ ഫേസ്ബുക്കിൽ കുറിച്ചു. 2020 മുതൽ മുഹമ്മദ് ഷെർഷാദ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബിസിനസ് ബന്ധത്തിൽ ഉലച്ചിലുണ്ടായപ്പോൾ രാജേഷ് കൃഷ്ണ ഭീഷണി സ്വരത്തിൽ ഷെർഷാദിനോട് പറഞ്ഞെന്ന് പറയുന്ന കാര്യങ്ങളാണ് ആരോപണ സ്വഭാവത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനമന്ത്രിയുമായ ഡോക്ടർ TM തോമസ് ഐസക്, മുൻ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാം എന്നിവരുടെ ബനാമിയാണ് താനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രാജേഷ് കൃഷ്ണ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ നേതാക്കളെ പണം കൈകാര്യം ചെയ്യുന്ന കെയർടേക്കറാണെന്നും രാജേഷ് അവകാശപ്പെട്ടതായും പരാതിയിൽ പറയുന്നുണ്ട്. ഷെഡ്യൂൾഡ് ബാങ്കിലെ വായ്പാടവും മുടങ്ങിയ പ്രശ്നത്തിൽ അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് ബാങ്ക് അധികൃതരെ വിളിച്ചെന്നും പരാതിയിൽ പറയുന്നു. ആരോപണം പാർട്ടിയെ പിടിച്ചുലയ്ക്കുമ്പോഴും ചോദ്യങ്ങളെ നേരിടാതെ ഒഴിഞ്ഞുമാറുകയാണ് CPIM നേതൃത്വം. ഇമാതിരിയുള്ള അസംബന്ധങ്ങൾക്ക് ഒന്നും മറുപടി പറയേണ്ട കാര്യമില്ല. ആരോപണങ്ങളെ അസംബന്ധമെന്ന് പറഞ്ഞ് തള്ളുന്ന MV ഗോവിന്ദന് മറുപടിയുമായി പരാതിക്കാരൻ രംഗത്തെത്തി. പുള്ളി ഇങ്ങോട്ട് അയച്ച മെസ്സേജും ഞാൻ അങ്ങോട്ട് അയച്ച വോയിസ് മെസ്സേജുകളും പുള്ളിയുടെ മറുപടിയും കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഇപ്പോഴും എല്ലാ അപ്ഡേറ്റും ഉണ്ട്. ഷെർഷാദിന്റെ ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് ഡോക്ടർ TM തോമസ് ഐസക് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ ആക്ഷേപം എന്തോ ബിനാമി നിക്ഷേപം ഉണ്ടെന്നുള്ളതാണ്. അത് പിൻവലിച്ചു മാപ്പ് പറഞ്ഞില്ലെങ്കിൽ വിടത്തില്ല കേട്ടോ. ചോർന്നു എന്ന് പറയുന്ന വിവാദക്കത്ത് കഴിഞ്ഞ 4 വർഷമായി വാട്സാപ്പിൽ കറങ്ങുന്നതാണെന്ന് മന്ത്രി MB രാജേഷും പ്രതികരിച്ചു. പഴയ കത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞതും ഒക്കെ ഇനി വരും. തെരഞ്ഞെടുപ്പിന് 5-6 മാസമല്ലേ ഉള്ളൂ. നിർണായകമായ തെരഞ്ഞെടുപ്പ് നേരിടാനിരിക്കെ നേതൃത്വത്തെ പ്രതികൂട്ടിലാക്കുന്ന പരാതി പുറത്തു വന്നതിന് പിന്നിൽ പാർട്ടിയിലെ ചില നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് സംശയങ്ങൾ ഉയരുന്നുണ്ട്. 24 തിരുവനന്തപുരം. കത്ത് വിവാദത്തിൽ CPIMനെ പ്രതിരോധിച്ച് ആരോപണ വിധേയൻ രാജേഷ് കൃഷ്ണ രംഗത്തെത്തി. തനിക്കെതിരായ കത്ത് മുഹമ്മദ് ഷെർഷാദ് നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നതാണ്. തനിക്കെതിരെ വാർത്ത വന്നാൽ വേണ്ടത്ര ശ്രദ്ധ ലഭിക്കില്ല എന്ന് കരുതിയാണ് CPIMനെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും കുടുംബത്തെയും ചേർത്ത് കെട്ടാൻ ശ്രമിക്കുന്നത്. ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ രാജേഷ് കൃഷ്ണ വ്യക്തമാക്കി. വോട്ടുകൊള്ള ആരോപണങ്ങൾക്ക് പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കവുമായി ഇന്ത്യ സഖ്യം. ഇന്ന് ചേർന്ന മുന്നണി യോഗത്തിൽ ഇക്കാര്യത്തിൽ പ്രാഥമിക ചർച്ചകൾ നടന്നു. പ്രതിപക്ഷം ഉയർത്തിയ ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയില്ലെന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ പറഞ്ഞു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണത്തിന് മറുപടിയുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. എന്നാൽ ആരോപണങ്ങൾ കടുപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള നീക്കം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ സഖ്യം. From the beginning,
the government had ulterior motive to make election commission the B team of the government. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയില്ല. ചോദ്യം ചോദിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുന്നുവെന്നും നേതാക്കൾ. വിഷയത്തിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം ഇന്നും പ്രതിഷേധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് 7 ചോദ്യങ്ങളുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും രംഗത്തെത്തി. 24 ഡൽഹി. വോട്ടർ അധികാർ യാത്രയിൽ BJPയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കടന്നാക്രമിക്കുന്നത് തുടരുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ചുമതല കൃത്യമായി നിർവഹിച്ചില്ലെങ്കിൽ നടപടിയുണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓർക്കണം. വോട്ട് മോഷണം നടത്തുന്നവരെ പാഠം പഠിപ്പിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. इलेक्शन कमीशन से मैं कहना चाहता हूं, पूरा देश आपसे एफिडेविट मांगने का काम करेगा. थोड़ा सा समय दे दो. हर स्टेट में, हर विधानसभा में, हर लोकसभा में हम आपकी चोरी पकड़ के देश को दिखाने जा रहे हैं. मगर इन्होंने क्या किया? बिहार के लिए जैसे मोदी जी स्पेशल पैकेज की बात करते हैं, बिहार के लिए ये एक नया स्पेशल पैकेज लाए हैं. उसका नाम है SIR. ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ. ഇന്ന് ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ 4 പേരുകൾ ഉയർന്നുവന്നു. ISR മുൻ ഡയറക്ടർ M അണ്ണാദുരൈയുടെ പേരിനാണ് മുൻതൂക്കം. NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ ഇനി ഉറ്റുനോക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരെന്നാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ ഇന്ന് ചേർന്ന യോഗത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്കായുള്ള പ്രാഥമിക ചർച്ചകൾ നടന്നു. യോഗത്തിൽ 4 പേരുകൾ ഉയർന്നു വന്നതായും ISRO മുൻ ഡയറക്ടർ M അണ്ണാദുരൈയുടെ പേര് ഭൂരിഭാഗം പേരും പിന്തുണച്ചതായാണ് വിവരം. ഇന്ന് യോഗത്തിൽ പങ്കെടുക്കാത്ത പാർട്ടി നേതാക്കളുമായി ഖാർഗെ ഫോണിൽ സംസാരിക്കും. നേതാക്കളുടെ അഭിപ്രായം കൂടി തേടിയ ശേഷം നാളെ ഉച്ചയോടെയായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. രാഷ്ട്രീയേതര രംഗത്തുള്ള വ്യക്തിയെയാണ് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ ഒരുങ്ങുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യക്തി കൂടിയാണെങ്കിൽ BJPക്കുള്ള മറുപടി കൂടിയായിരിക്കും ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. നാളെ രാവിലെയോടെ അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഇന്ത്യ മുന്നണി കടക്കും. 24 ഡൽഹി. NDA ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ നാമനിർദ്ദേശ പത്രിക നൽകും. പ്രതിപക്ഷ നേതാക്കളുടെ പിന്തുണ ഉറപ്പിക്കാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ കേന്ദ്രം ചുമതലപ്പെടുത്തി. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഫോണിൽ സംസാരിച്ചു. എന്നാൽ DMK CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കില്ല എന്ന് അറിയിച്ചു. CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കുമെന്ന് YSR കോൺഗ്രസ് വ്യക്തമാക്കി. വാർത്തകളിലേക്ക് വീണ്ടും. പാലിയേക്കര ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെതിരായ ദേശീയപാത അതോറിറ്റിയുടെ ഹർജിയിൽ സുപ്രീം കോടതിയുടെ വിമർശനം. റോഡിന്റെ അവസ്ഥ പരിതാപകരമെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. 1 മണിക്കൂർ എടുക്കേണ്ട ദൂരത്തിന് 11 മണിക്കൂറിലേറെ എടുക്കുന്നുവെന്നും ചീഫ് ജസ്റ്റിസ് BR ഗവായ് വിമർശിച്ചു. ഹർജിയിൽ ഉത്തരവ് പറയാനായി മാറ്റി. പാലിയേക്കര ടോൾ തടഞ്ഞ സംഭവത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് കടുത്ത വിമർശനമാണ് ദേശീയപാത അതോറിറ്റിക്ക് കേൾക്കേണ്ടി വന്നത്. റോഡിലിറങ്ങുന്ന ജനങ്ങളുടെ അവസ്ഥ ദേശീയപാത അതോറിറ്റി അറിയണമായിരുന്നു എന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ് വിമർശിച്ചു. കഴിഞ്ഞ ദിവസം 12 മണിക്കൂറാണ് ഗതാഗത കുരുക്കുണ്ടായതെന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. അറ്റകുറ്റപ്പണികളുടെ അഭാവം മൂലം ഗതാഗത കുരുക്കുണ്ടായാൽ പൊതുജനങ്ങളിൽ നിന്നും ടോൾ ഈടാക്കാനാവില്ലെന്നും സുപ്രീം കോടതിയുടെ നിരീക്ഷണം. പ്രാദേശിക സമ്മർദ്ദം മൂലമാണ് ദേശീയപാതയിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിന് കാരണമായ കവലകൾ ഉണ്ടായതെന്ന് ദേശീയപാത അതോറിറ്റി വാദിച്ചു. ഗതാഗത കുരുക്കിന്റെ ഉത്തരവാദിത്വം ഉപകരാറെടുത്ത PST എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്കാണെന്നും പ്രധാന കരാർ കമ്പനി സുപ്രീം കോടതിയെ അറിയിച്ചു. സർവീസ് റോഡുകളിലൂടെ എങ്ങനെ യാത്ര ചെയ്യുമെന്ന കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി മെച്ചപ്പെട്ട പദ്ധതി തയ്യാറാക്കണമായിരുന്നുവെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഹർജിയിൽ വാദം പൂർത്തിയായതോടെ ഉത്തരവ് പറയാനായി മാറ്റി. R. അച്യുതൻ, 24 ഡൽഹി. സ്പോർട്സ് ന്യൂസ്. ഏഷ്യ കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. ശുഭ്മാൻ ഗില്ലും മുഹമ്മദ് സിറാജിനും ടീമിൽ ഇടം ലഭിച്ചേക്കില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. മലയാളി താരം സഞ്ജു സാംസൺ ഓപ്പണർ സ്ഥാനം നിലനിർത്താനാണ് സാധ്യത. അടുത്ത വർഷത്തെ 2020 ലോകകപ്പിന്റെ കർട്ടൻ റൈസറായ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ആരൊക്കെ ഇടം നേടുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ. സൂര്യകുമാർ നായകനാകുന്ന ടീമിൽ സമീപകാല ടൂർണമെന്റുകൾ കളിച്ച കോർ ടീമിനെ നിലനിർത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ.
അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ ജോഡി തന്നെയായിരിക്കും ഓപ്പണിംഗിൽ. IPL-ലും ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലും ശുഭമാൻ ഗില്ലിന്റേത് ഉജ്ജ്വല പ്രകടനമായിരുന്നുവെങ്കിലും വിജയ ജോഡിയെ പൊളിക്കേണ്ടെന്ന് കോച്ച് ഗൗതം ഗംഭീർ തന്നെ തീരുമാനമെടുക്കുകയായിരുന്നു. തിലക് വർമ്മയും റിങ്കു സിംഗും സ്ഥാനം നിലനിർത്തുമ്പോൾ ശേഷിക്കുന്ന ഒരു ബാറ്റിംഗ് സ്പോട്ടിനായി ശ്രേയസ് അയ്യർ, ശിവൻ ദൂബെ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. ഋഷഭ് പന്തിന് പരിക്കേറ്റതോടെ ജിതേഷ് ശർമ്മ രണ്ടാം വിക്കറ്റ് കീപ്പറാകും. ജസ്പ്രീത് ബുംറ കളിക്കാൻ സജ്ജനെന്ന് അറിയിച്ചതോടെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ലീഡിംഗ് വിക്കറ്റ് ടേക്കറായിട്ടും മുഹമ്മദ് സിറാജിന് ഇടമുണ്ടാവില്ല. അക്സർ പട്ടേലും കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും രവി ബിഷ്ണോയും തുടങ്ങി സ്പിന്നർമാരുടെ നീണ്ട നിരയുള്ള ടീമിൽ വാഷിംഗ്ടൺ സുന്ദറിനും അവസരം കിട്ടാൻ പാടാണ്. സെപ്റ്റംബർ 9 തുടങ്ങുന്ന ടൂർണമെന്റിൽ 10 ഇന്ത്യയുടെ ആദ്യ മത്സരം. സ്പോർട്സ് ഡെസ്ക് 24. IPL-ലേത് സ്വപ്നതുല്യ അരങ്ങേറ്റമായിരുന്നുവെന്ന് മലയാളി താരം വിഘ്നേഷ് പുത്തൂർ. MS ധോണിക്കും രോഹിത് ശർമ്മയ്ക്കുമൊപ്പം കളിക്കാനായത് വലിയ അനുഭവമാണെന്നും വിഘ്നേഷ് 24-നോട് പറഞ്ഞു. എല്ലാം സ്വപ്നം പോലെ. മുംബൈ ഇന്ത്യൻസ് കുപ്പായത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 3 വിക്കറ്റ് വീഴ്ത്തിയുള്ള അരങ്ങേറ്റത്തെക്കുറിച്ച് വിഘ്നേഷ് പുത്തൂർ ഇങ്ങനെ പറയും. തീർച്ചയായും വളരെ ഭാഗ്യമാണത് ടീം കിട്ടിയതും IPL പെർഫോം ചെയ്യാൻ പറ്റിയതും. വളരെ ഗ്രേറ്റ്ഫുൾ ആണ് പല കാര്യത്തിലും. രോഹിത് ശർമ്മയ്ക്കും സൂര്യകുമാർ യാദവിനും ഹാർദിക് പണ്ഡ്യയ്ക്കുമൊപ്പം ഒരേ ടീമിൽ. എതിരെ കളിച്ചത് MS ധോണിയും വിരാട് കോഹ്ലിയും അടക്കമുള്ളവർക്കെതിരെ. അവരിൽ നിന്നുള്ള ഉപദേശങ്ങൾ ഇങ്ങനെയായിരുന്നു. വളരെ ബേസിക്കൽ കാര്യം തന്നെ, വലിയ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഫോക്കസ്, ഡോണ്ട് ഗിവ് അപ്പ്. ഇന്നേ വരെ കേരള സീനിയർ ടീമിനായി കളിക്കാനായിട്ടില്ല വിഘ്നേഷിന്. ഈ സീസണിൽ അതിനും കഴിയുമെന്ന പ്രതീക്ഷ. ഇന്ത്യൻ കുപ്പായത്തിനായും നന്നായി പ്രയത്നിക്കും. സന്തോഷ് ചേകവർക്കും ജിഷ്ണുവിനുമൊപ്പം അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്ക് 24. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.